വളരെ ക്ലിയർ ആണ്. കേട്ടവർക്കൊക്കെ മനസ്സിലാവും. ഇത്തരം കാര്യങ്ങളൊക്കെ 10 വർഷം മുമ്പ് ചെയ്യേണ്ടതായിരുന്നു, ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വ്യക്തമായി ജനങ്ങളോട് പറയുന്ന ബജറ്റാണ്. വളരെ ക്ലിയറാണ്. 10 കൊല്ലം മുമ്പ് 2016 അധികാരത്തിലേറിയപ്പോൾ മുതൽ ചെയ്യേണ്ട കാര്യങ്ങൾ 10 കൊല്ലം ഞങ്ങൾ ചെയ്തിട്ടില്ല, ഇത് ചെയ്യേണ്ടതാണ് എന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ ബോധ്യമുണ്ട് എന്ന് ജനങ്ങളുടെ മുമ്പിൽ നടത്തുന്ന മാപ്പപേക്ഷയും കുറ്റസമ്മതവും ഒക്കെ ആയിട്ട് ഇതിനെ കാണാൻ കഴിയും. വാഗ്ദാനങ്ങളുടെ പെരുമഴയുണ്ട്. എവിടുന്നാണ് ഈ ഫണ്ട് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇത്ര അധികം ബാധ്യത, കാരണം അവർക്ക് ഈ ബാധ്യത വരില്ല എന്ന് ഉറപ്പാണ്. UDF ആണ് ഏറ്റെടുക്കേണ്ടി വരിക. അപ്പൊ എവിടെ നിന്നാണ് ഇതിന് ആവശ്യമായ ഫണ്ട് ഉണ്ടാക്കുക? ഒരു ചെലവ് കാണിക്കുമ്പോൾ വരവ് കാണിക്കണ്ടേ, സ്രോതസ് കാണിക്കണ്ടേ, വിഭവ സമാഹരണം എങ്ങനെയാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്തണ്ടേ? അത് ബോധ്യപ്പെടുത്താതെ പെരുമഴ, നിങ്ങൾക്കറിയാലോ, 1.5 മാസം 1.5 വർഷത്തോളം ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പെരും വെയിലും മഴയും കൊണ്ടിട്ട് ഒരു നയാ പൈസ കൂട്ടി കൊടുക്കാത്തവർ ഇപ്പൊ 1000 രൂപ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ പോകും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് വാഗ്ദാനങ്ങൾ, നമ്മുടെ സന്ദേശ സിനിമയിൽ ശങ്കരാടി പറഞ്ഞ പോലെ വാഗ്ദാനങ്ങളാണ് നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രായോഗികമായി പ്രാക്ടിക്കലായി ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ വരെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊക്കെ ചെയ്യേണ്ടതായിരുന്നു, ഞങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ള കുറ്റസമ്മതമാണ് ഈ ബജറ്റിലൂടെ വ്യക്തമാകുന്നത്. ഇത് ജനങ്ങളെ പറ്റിക്കാൻ, കേരള സമൂഹത്തെ പറ്റിക്കാൻ, വഞ്ചിക്കാൻ ഉള്ള ഏർപ്പാട് മാത്രമാണ്. ഇവരിപ്പോ ഈ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചതിന്റെ അർത്ഥം എന്താ? അത് മനസ്സിലാക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് സാധിക്കുള്ളൂ. ഇവര് കഴിഞ്ഞ ഗവൺമെന്റ് UDF ഗവൺമെന്റ് ആയിരുന്നില്ലല്ലോ 10 കൊല്ലം ഭരിച്ചത്. 10 കൊല്ലം ഭരിച്ച ആളുകൾ 10 കൊല്ലം കഴിഞ്ഞ് ഇറങ്ങിപ്പോവും എന്ന് ഉറപ്പുള്ളപ്പോൾ ഇതൊക്കെ ചെയ്യാമെന്ന് പറയുന്നു. അതിന്റെ അർത്ഥം അവർ ചെയ്തില്ല, അവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ്. അത് കേരള സമൂഹം മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ ഈ ബജറ്റോടുകൂടി ഇവരുടെ അവസാന ഘട്ടവും കഴിഞ്ഞു. ലീഗും കോൺഗ്രസും തമ്മിലുള്ള ചർച്ചകൾ പൂർത്തിയായോ? ഇല്ല, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പൂർത്തിയായിട്ടില്ല. അല്ല, അതില് കൂടുതൽ ചർച്ചകളൊന്നും നടക്കുന്നില്ല. കേരളത്തില് 140 സീറ്റിൽ കൂടാത്തത് കൊണ്ട് ഓരോ ഘടകകക്ഷിക്കും കൂട്ടാൻ കഴിയുമോ എന്ന് UDF പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, UDF ഘടകകക്ഷികൾ കൂടുകയാണ്. അസോസിയേറ്റഡ് കക്ഷികളും ഘടകകക്ഷികളും ഒക്കെ ഇനിയും ആളുകൾ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഉള്ളവർ തന്നെ മിക്കവാറും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. എന്നിരുന്നാലും എത്ര സീറ്റ് എന്നൊക്കെ വ്യക്തമായി പറയണമെങ്കിൽ ചർച്ച പൂർത്തിയാകും. 3-4 ദിവസം കൂടി തീരും. സ്വാഭാവികമായിട്ടും ലീഗിൽ പരാജയം ഉണ്ടാകുന്നുണ്ടായിരുന്നല്ലോ. അതിലൊരു മാറ്റം വരുന്നു, അല്ലെങ്കിൽ വിജയം തന്നെയാണ് ഇത്തവണത്തെ ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത്. ഏതെങ്കിലും സീറ്റുമായി അല്ല, അതൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. കാരണം UDF-നെ സംബന്ധിച്ചിടത്തോളം നിയമസഭയിൽ ഒരു സീറ്റെങ്കിലും അധികം കിട്ടുക എന്നുള്ളതാണ്. ചിലപ്പോൾ കോൺഗ്രസ് മത്സരിക്കുന്നിടത്ത് മുസ്ലിം ലീഗ് മത്സരിച്ചാൽ അത് ജയിക്കാനുള്ള സാധ്യതയുണ്ടാവും. ചിലയിടത്ത് മുസ്ലിം ലീഗ് മത്സരിക്കുന്നിടത്ത് കോൺഗ്രസോ മറ്റേതെങ്കിലും ഘടകകക്ഷികളോ മത്സരിച്ചാൽ ജയിക്കാനുള്ള സാധ്യതയുണ്ടാവും. അത് UDF മൊത്തത്തിൽ പരിശോധിച്ച് ഉഭയകക്ഷികളുടെ എല്ലാവരുടെയും സന്തോഷത്തോടു കൂടി, പൂർണ്ണ സമ്മതത്തോടു കൂടിയുള്ള മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അല്ല, ഏതാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പല സീറ്റുകളും അതിൽ ചർച്ചയിലുണ്ട്. തീരുമാനമായ ഉടനെ നിങ്ങൾ അറിയും. ജോസഫ് ഗ്രൂപ്പിനെ വളരെയധികം സീറ്റുകൾ നഷ്ടപ്പെടുത്തുന്ന വാർത്തകൾ വരുന്നുണ്ട്. അതിന് അവർ തമ്മിൽ കഴിഞ്ഞ മത്സരിക്കുന്നൊക്കെ അവർ അവകാശം. അപ്പൊ അതെങ്ങനെയായിരിക്കും? മുന്നണിക്കുള്ളിൽ കല്ലുകടിയാകും. ഒരു പ്രശ്നം മുന്നണിക്കുള്ളിൽ ഉണ്ടാകും. ഇത്രയും ഐക്യത്തോടു കൂടി പോകുന്ന മുന്നണി നിങ്ങൾക്ക് എവിടെ നോക്കിയാലും കാണാൻ കഴിയില്ല. ഈ താങ്കൾ പറഞ്ഞു, ഈ പുതിയ ചില ഘടകകക്ഷികൾ വന്നു, അസോസിയേറ്റ് കക്ഷികൾ വന്നു. സ്വാഭാവികമായിട്ടും നിലവിലുണ്ടായിരുന്ന ഘടകകക്ഷികൾക്ക് അവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായ വേണ്ടി വരുമല്ലോ. സ്വാഭാവികമായിട്ടും അവരെ കൂടി ഉൾക്കൊള്ളണമെങ്കിൽ അത്തരം വിട്ടുവീഴ്ചയ്ക്ക് ലീഗ് സന്നദ്ധമാണ്. അല്ല, എല്ലാ കക്ഷികളും അത്തരം വിട്ടുവീഴ്ചകളെ കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്, ചർച്ച ചെയ്യുന്നത്. അതിലൊന്നും തർക്കമില്ല. അതൊക്കെ UDF-ന് എല്ലാവരും കൂടി ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തും. അതുവരെ ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് എല്ലാ പണിയും എളുപ്പമായിരുന്നു. സീറ്റ് വെച്ച് മാറല്, സ്ഥാനാർത്ഥികളെ നിർണയിച്ച് പ്രഖ്യാപിക്കല്, അതൊക്കെ നിങ്ങളൊക്കെ ചെയ്തു തന്നോണ്ട് ഞങ്ങൾക്ക് ഇനി ആ പണിയൊന്നും ഇല്ല. തങ്ങൾക്കൊക്കെ വളരെ ആശ്വാസമായി. ഇപ്പോൾ സ്ഥാനാർത്ഥികളൊക്കെ ഏതാണ്ട് പ്രഖ്യാപിച്ച് കഴിഞ്ഞല്ലോ. നിങ്ങൾ UDF-ലെ എല്ലാ ഘടകകക്ഷികളുടെയും സ്ഥാനാർത്ഥി നിർണയം നേരത്തെ പൂർത്തിയാവും. ഒരു സീറ്റ് വിഭജനം 3-4 ദിവസം കൊണ്ട് ഞങ്ങൾ തീർക്കും. അത് കഴിഞ്ഞാൽ ഓരോ പാർട്ടികളും
അവരുടെ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളോട് പണി തുടങ്ങാൻ പറയും. പ്രഖ്യാപനത്തിൽ താമസിച്ചാലും ഞങ്ങൾ പിന്നെ റൂട്ടിൽ താഴെത്തട്ടിൽ വർക്ക് തുടങ്ങും. UDF അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ലീഗിന് വിദ്യാഭ്യാസ വകുപ്പ് കൊടുക്കുന്നത് ചില മത സാമുദായിക സംഘടനകൾ കോൺഗ്രസിനോട് അഭ്യർത്ഥിക്കുന്ന ഒരു വാർത്തകളുണ്ട്. അധികാരം കിട്ടുമെന്ന് ഉറപ്പിച്ചല്ലോ അല്ലേ? അത് സന്തോഷം. UDF ഭരണത്തിൽ എപ്പോഴും ലീഗായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം. അപ്പൊ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അങ്ങനെ ഒരു ചർച്ചയിലേക്കൊന്നും ഇപ്പൊ പോയിട്ടില്ല. അങ്ങനെ ചർച്ച വരുകയില്ല. അതിൽ UDF ഏകകണ്ഠമായി തീരുമാനം. വകുപ്പ് ഏതാണ് ഈ മുഖ്യമന്ത്രി സ്ഥാനം ലീഗിനോട് ഏറ്റെടുക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ ഏറ്റെടുക്കണ്ടേ? മുന്നണിയുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണെങ്കിൽ അതൊക്കെ ഞങ്ങൾ ചെയ്യും. ഈ കളമശ്ശേരിയിലെ താങ്കളുടെ സാധ്യത എത്രത്തോളം ഉണ്ട്? എന്റെ കളമശ്ശേരി അവിടെ കൺവെൻഷന് പോകുന്നുണ്ട്. അതാണ് ചോദിച്ചത്. മത്സരിക്കും എന്തായാലും പാർട്ടി പറയണ്ടേ? മത്സരിക്കണമെന്ന് പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും, മത്സരിക്കണ്ട എന്ന് പറഞ്ഞാൽ മത്സരിക്കില്ല. അത് ഞങ്ങളെല്ലാം സംബന്ധിച്ചിടത്തോളം സലീം സാഹിബുണ്ട്, എല്ലാവരും പാർട്ടി എന്താണോ തീരുമാനിക്കുന്നത് അതിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടാവും. ആലുവയോ? ഞങ്ങൾ അതിനെ കുറിച്ച് ഇതുവരെ ചിന്തിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞ സ്ഥിതി ഞങ്ങൾ പരിശോധിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.